2026 ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ PSC ബുള്ളറ്റിന്റെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ക്ലാസ് അവസാനം വരെ എല്ലാവരും ഒന്ന് കാണാനും ശ്രമിക്കണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. 2026 ഏപ്രിൽ മാസത്തിൽ പുറത്തിറക്കിയ PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ്, ഇന്ത്യൻ സാംസ്കാരിക വിനിമയ പുരസ്കാരം ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയും ചലച്ചിത്ര നാടക സംവിധായകനുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിന് ലഭിച്ചു. ഇപ്പൊ പഠിച്ചു വെക്കണം, ഇന്ത്യൻ സാംസ്കാരിക വിനിമയ പുരസ്കാരം കേട്ടോ. ഇന്ത്യൻ സാംസ്കാരിക വിനിമയ പുരസ്കാരം ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയും ചലച്ചിത്ര നാടക സംവിധായകനുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിന് ലഭിച്ചു. അടുത്ത പോയിന്റ്, വയലാർ സംഗീതജ്ഞ പുരസ്കാരം പ്രൊഫസർ ഇക്കരിയൂർ ആർ രാജലക്ഷ്മിക്ക് ലഭിച്ചു. അപ്പൊ പഠിച്ചു വെക്കണം, എന്താണ് 2026 വയലാർ പുരസ്കാരമല്ല, വയലാർ സംഗീതജ്ഞ പുരസ്കാരം കേട്ടോ. അപ്പൊ 2026 വയലാർ സംഗീതജ്ഞ പുരസ്കാര ജേതാവ് പ്രൊഫസർ ഇക്കരിയൂർ ആർ രാജലക്ഷ്മിക്ക്. ക്ലിയർ ആണേ. അടുത്ത പോയിന്റ്, കുമാരനാശാൻ ദേശീയ കവി പുരസ്കാര ജേതാവ് ആരാണ്? പ്രശസ്ത ഒഡിയ കവി സീതാകാന്ത് മഹാപാത്രയ്ക്കാണ് ലഭിച്ചത്. അപ്പൊ 2026 ഈ അടുത്തിടെ പ്രഖ്യാപിച്ച കുമാരനാശാൻ ദേശീയ കവി പുരസ്കാര ജേതാവാരാണ്? പ്രശസ്ത ഒഡിയ കവിയായിട്ടുള്ള സീതാകാന്ത് മഹാപാത്രയ്ക്ക് ലഭിച്ചു. ഇനി കുമാരനാശാൻ മലയാള കവി പുരസ്കാരം സച്ചിദാനന്ദനാണ് ലഭിച്ചത്. കുമാരനാശാൻ മലയാള കവി പുരസ്കാരം സച്ചിദാനന്ദനാണ് ലഭിച്ചത്. വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം പ്രഥമ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള രാകേഷ് ശർമ്മയ്ക്ക് ലഭിച്ചു. പഠിച്ചു വെക്കണം, വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാര ജേതാവ് ആരാണ്? പ്രഥമ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള രാകേഷ് ശർമ്മയ്ക്കാണ് ലഭിച്ചത് പുരസ്കാര ജേതാവ്. അടുത്ത പോയിന്റിലോട്ട് പോവാം. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ അക്ഷര പുരസ്കാരം UK കുമാരന്റെ തക്ഷൻ കുന്ന് സ്വരൂപം എന്ന കൃതിക്ക് ലഭിച്ചു. പഠിച്ചു വെക്കണം. അപ്പൊ എന്താണ് അടുത്തിടെ പ്രഖ്യാപിച്ച സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ അക്ഷര പുരസ്കാരം കേട്ടോ. അക്ഷര പുരസ്കാര ജേതാവ് ആരാണ്? UK കുമാരനാണ്. UK കുമാരന്റെ തക്ഷൻ കുന്ന് സ്വരൂപം കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം, തക്ഷൻ കുന്ന് സ്വരൂപത്തിനാണ് അക്ഷര പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, തക്ഷൻ കുന്ന് സ്വരൂപം എന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിക്കാം. ആരാണ്? UK കുമാരനാണ് കേട്ടോ. UK കുമാരൻ. അടുത്ത പോയിന്റ്, അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന കൃതിക്ക് US നാഷണൽ ബുക്ക് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ പഠിച്ചു വെക്കണം, അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന കൃതിക്ക് US നാഷണൽ ബുക്ക് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരം ലഭിച്ചു. 2025 സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് രാംകുമാർ മുഖോപാധ്യായ. പഠിച്ചു വെക്കണം, 2025 സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ആരാണ്? രാംകുമാർ മുഖോപാധ്യായ. അദ്ദേഹത്തിന് ലഭിക്കാനിടയായിട്ടുള്ള നോവലാണ് ഹര പാർവതി കഥയ്ക്കാണ് കേട്ടോ. നോവലായിട്ട് ഏത് നോവലിനാണ് ലഭിച്ചത്? ഹര പാർവതി കഥ. ഒന്നുകൂടെ പറയാം, 2025 സരസ്വതി സമ്മാൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? രാംകുമാർ മുഖോപാധ്യായ. കൃതി ഏതാണ്? നോവൽ ഏതാണ്? ഹര പാർവതി കഥ എന്ന് പറഞ്ഞ നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി സന്തോഷ് എച്ചിക്കാനത്തിന്റെ പുതിയ നോവലാണ് മാതംഗ ലീല. പരീക്ഷയ്ക്ക് ചോദിക്കാം, സന്തോഷ് എച്ചിക്കാനത്തിന്റെ പുതിയ നോവലാണ് മാതംഗ ലീല. അടുത്ത പോയിന്റ്, സാധ്വി നിരഞ്ജൻ ജ്യോതി ദേശീയ പിന്നാക്ക കമ്മീഷന്റെ ചെയർപേഴ്സണായി നിയമിതയായി. പഠിച്ചു നോക്കണം, നിലവിലെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അഥവാ OBC കമ്മീഷനാണ്. അപ്പൊ നിലവിലെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? സാധ്വി നിരഞ്ജൻ ജ്യോതി. അടുത്ത പോയിന്റ്, ഫ്രാൻസിലെ EVN ലെസ് ബെയിൻസ് ആണ് 2026 G7 ഉച്ചകോടിക്ക് വേദിയാവുന്നത്. ഫ്രാൻസിലെ EVN ലെസ് ബെയിൻസ് ആണ് 2026 G7 ഉച്ചകോടിക്ക് വേദിയാവുന്നത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ രാജ്യമേ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ പഠിച്ചു വെക്കണം, 2026 G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഫ്രാൻസ്. ഇനി സർക്കാർ നിയന്ത്രണത്തിലുള്ള ആദ്യ കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റ് ആരംഭിച്ച് നമ്മുടെ ഇന്ത്യ കേട്ടോ. അപ്പം പഠിച്ചു വെക്കണം, സർക്കാർ നിയന്ത്രണത്തിലുള്ള ആദ്യ കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റ് ആരംഭിച്ച രാജ്യം ഇന്ത്യയാണ്.
2025 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്ക് 6ാം സ്ഥാനമാണ് കേട്ടോ. അപ്പം ലോകത്ത് 2025 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 6ാം സ്ഥാനമാണ്. അതുപോലെ തന്നെ 1ാം സ്ഥാനം പാകിസ്ഥാനാണ്. അപ്പൊ അതായത് ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള വായുവുള്ള രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, ഡോക്ടർ സഞ്ജയ് തിവാരി നാഷണൽ ഡെന്റൽ കമ്മീഷന്റെ പ്രഥമ ചെയർമാനായി നിയമിതനായി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പുള്ള കറൻസി പുറത്തിറക്കാൻ തീരുമാനിച്ച് അമേരിക്ക. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പുള്ള കറൻസി പുറത്തിറക്കാൻ തീരുമാനിച്ച് അമേരിക്ക. 2026 മാർച്ചിൽ ഭാരത് ഇന്റർഫെയ്ഡ് ഫോർ മണി അഥവാ ഭീം ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി ക്രിക്കറ്റ് താരം MS ധോണി നിയമിതനായി. പഠിച്ചു വെക്കണം. 2026 മാർച്ചിൽ ഭാരത് ഇന്റർഫേസ് ഫോർ മണി അഥവാ ഭീം ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് ആരാണ്? മുൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള MS ധോണിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. പഠിച്ചു വെക്കണം. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇനി അടുത്ത പോയിന്റിലോട്ട് പോവാം. ഇന്ത്യൻ വ്യോമസേന ആരംഭിച്ച ആദ്യത്തെ ഹെലികോപ്റ്റർ ഡ്രോപ്ഡ് ഡ്രോൺ പദ്ധതിയാണ് വായുബാൺ കേട്ടോ. അപ്പൊ ഇന്ത്യൻ വ്യോമസേന ആരംഭിച്ച ആദ്യത്തെ ഹെലികോപ്റ്റർ ഡ്രോപ്ഡ് ഡ്രോൺ പദ്ധതിയാണ് വായുബാൺ പദ്ധതി. ഇന്ത്യൻ വെൽസ് ടെന്നീസിൽ ഇറ്റലിയുടെ യാനിക് സിന്നറും ബെലാറസിന്റെ ആര്യാന സബലങ്കയും ജേതാക്കളായി. അപ്പൊ ഈ 2026 നടന്ന ഇന്ത്യൻ വെൽസ് ടെന്നീസിൽ ഇറ്റലിയുടെ യാനിക് സിന്നറും ബെലാറസിന്റെ ആര്യാന സബലങ്കയും ജേതാക്കൾ ആയി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യന്മാരായി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യന്മാർ. 2028 ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിലെ ഭുവനേശ്വറിൽ നടക്കും. ഇത് PYQ ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. 2028 ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം ഏതാന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഓപ്ഷൻ ഇങ്ങനെയാണ് കൊടുത്തിരുന്നത്. കല്ലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ, ഒഡീഷയാണ് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. 2028 ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ കല്ലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. അടുത്ത പോയിന്റ്, വാഹനങ്ങളിൽ നിന്നുള്ള വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യ മൈക്രോ ആൽഗെ എയർ ടവർ ഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ടു. ക്ലിയർ ആണ്. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിലും വാട്സപ്പിലുമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബാച്ചിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. അതായത് എല്ലാ ദിവസവും നമ്മൾ 7:30 മുതൽ 8:30 വരെ ഒരു 1 hour ലൈവ് സെക്ഷൻ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതുവരെ എടുത്ത ക്ലാസ്സുകളുടെ എല്ലാം, റീസെന്റ് ആയിട്ട് എടുത്ത ക്ലാസ്സുകളുടെ എല്ലാം നിങ്ങൾക്ക് റെക്കോർഡഡ് സെക്ഷൻ കേൾക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിന്റെ PDF നോട്ട്സുകൾ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ വീക്കിലി മോക്ക് ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ റിവിഷൻ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് കറണ്ട് അഫയേഴ്സ് വെറുതെ പറഞ്ഞു പോകല്ല, ടോപ്പിക് വൈസ് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മന്ത്ലി വൈസ് കറണ്ട് അഫയേഴ്സും എല്ലാ മാസത്തിലെ കറണ്ട് അഫയേഴ്സും പിന്നെ PSC ബുള്ളറ്റിൻ, തൊഴിൽ വീതി, തൊഴിൽ വാർത്ത തുടങ്ങിയ എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ബാച്ചിൽ പോകുന്നത്. ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ വരെയായിരിക്കും ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അതുതന്നെയല്ല, നിങ്ങൾക്ക് 2025 മുതലുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. 2025 മുതൽ മന്ത്ലി കറണ്ട് അഫയേഴ്സും അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 81 299 339 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം. എല്ലാവരും എന്തായാലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പൊ തന്നെ ഏകദേശം നമ്മൾ 100 മുകളിൽ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. ക്ലിയർ ആണേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത പോയിന്റിലോട്ട് പോവാം. 2026 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116ാം സ്ഥാനമാണ്. നമ്മൾ പഠിച്ചതാണ്. 2026 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യക്ക് 116ാം സ്ഥാനം. 1ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലൻഡ്. തുടർച്ചയായ 9ാം വർഷമാണ് ഫിൻലൻഡ് ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്ത് എത്തുന്നത്. അടുത്ത പോയിന്റ്, സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച് ആന്ധ്രാപ്രദേശ്. സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അടുത്തിടെ അനുവദിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്.
ഇന്ത്യയിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനും അവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനുമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ ഡ്രോൺ ശക്തി കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനും അവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനുമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ ഡ്രോൺ ശക്തി. ശ്രീനഗറിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കേട്ടോ. ശ്രീനഗറിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം പ്രശസ്ത തമിഴ് കവിയും കഥാകൃത്തും ഗാനരചയിതാവുമായിട്ടുള്ള ആർ വൈരമുത്തുവിന് ലഭിച്ചു കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാരാണ്? ആർ വൈരമുത്തുവാണ്. ആർ വൈരമുത്തു തമിഴ്നാട് സ്വദേശിയാണ്. പ്രശസ്ത തമിഴ് കവിയും കഥാകൃത്തും ഗാനരചയിതാവുമാണ് ആർ വൈരമുത്തു. ഇനി അടുത്ത പോയിന്റ്, മലയാളത്തിൽ നിന്ന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള കൃതിയാണ് എൻ പ്രഭാകരന്റെ മായാമനുഷ്യർ എന്ന് പറഞ്ഞ കൃതി. അദ്ദേഹത്തിന് ഈ ഒരു കൃതിക്ക് 1,00,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം. അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പൊ പഠിച്ചു വെക്കണം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിലെ മലയാളം വിഭാഗത്തിലെ നോവൽ മേഖലയിലെ പുരസ്കാരം ലഭിച്ചത് എൻ പ്രഭാകരനാണ്. അദ്ദേഹത്തിന്റെ മായാമനുഷ്യർ എന്ന് പറഞ്ഞ കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. ഇനി നമ്മുടെ ആർട്ടിമസ് ദൗത്യത്തെ കുറിച്ച് നമ്മുടെ PSC ബുള്ളറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് നോക്കാം. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്നതിന് മുന്നോടിയായുള്ള നാസയുടെ ചാന്ദ്ര ദൗത്യം ആർട്ടിമസ് 2 ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് 2026 ഏപ്രിൽ 2 വിക്ഷേപിച്ചു. പരീക്ഷയ്ക്ക് ചോദിക്കാം. ആർട്ടിമസ് 2 ദൗത്യം എന്താണ്? മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള മുന്നോടിയായിട്ടുള്ള നാസയുടെ ചാന്ദ്ര ദൗത്യമാണ് ആർട്ടിമസ് 2. ഈ ആർട്ടിമസ് 2 ദൗത്യം ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് 2026 ഏപ്രിൽ 2 വിക്ഷേപിച്ചു കേട്ടോ. 2026 ഏപ്രിൽ 2 ആർട്ടിമസ് 2 ദൗത്യം വിക്ഷേപിച്ചത്. ഇനി ആർട്ടിമസ് 2 യാത്രികരായിട്ടുള്ള റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ എന്നിവർ 2026 ഏപ്രിൽ 10 വൈകുന്നേരം 5:07 പസഫിക് സമുദ്രത്തിൽ ലാൻഡ് ചെയ്തു. 10 ദിവസത്തെ യാത്ര പൂർത്തിയാക്കിയാണ് തിരിച്ചെത്തിയത് കേട്ടോ. അപ്പൊ ആരൊക്കെയാണ് യാത്ര ചെയ്തത്? വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ ആണ്. അപ്പൊ എന്നാണ് ഇവർ തിരിച്ചെത്തിയത്? 2026 ഏപ്രിൽ 10 വൈകുന്നേരം 5:07 ഇവർ തിരിച്ചെത്തിയത്. പസഫിക് സമുദ്രത്തിലാണ് ലാൻഡ് ചെയ്തത്. ഇനി ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ആകാശ പേടകത്തിൽ സഞ്ചരിച്ച വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കി ആദ്യ വനിതാ ബഹിരാകാശ യാത്രയായി ആർട്ടിമസ് 2 ദൗത്യത്തിലെ മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റീന കോച്ച് കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എന്താണ് ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ബഹിരാകാശ പേടകത്തിൽ സഞ്ചരിച്ച ആദ്യ വനിത ആരാണ്? ക്രിസ്റ്റീന കോച്ചാണ്. ക്രിസ്റ്റീന കോച്ച് ആരാണ്? ആർട്ടിമസ് 2 ദൗത്യത്തിലെ മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് ക്രിസ്റ്റീന കോച്ച് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത പോയിന്റ്, ഇന്ത്യൻ സംഗീതത്തെ വിസ്മയിപ്പിച്ച വിഖ്യാത ഗായികയായിട്ടുള്ള ആശാ ഭോസ്ലെ, നോട്ട് ചെയ്തോണേ, ആശാ ഭോസ്ലെ അന്തരിച്ചു. ഗ്രാമി അവാർഡ് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരിയും ആശാ ഭോസ്ലെ തന്നെയാണ്. 2000 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരവും 2008 പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചു കേട്ടോ. അപ്പൊ അടുത്തിടെ അന്തരിച്ച ഏപ്രിൽ മാസം അന്തരിച്ച പ്രമുഖ വ്യക്തിയാണ്. അപ്പൊ പഠിച്ചു വെക്കണം. ഇന്ത്യൻ സംഗീതത്തെ വിസ്മയിപ്പിച്ച വിഖ്യാത ഗായികയായിട്ടുള്ള ആശാ ഭോസ്ലെ അന്തരിച്ചു. ഗ്രാമി അവാർഡ് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരിയാണ് ആശാ ഭോസ്ലെ. 2000 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരവും 2008 പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. ഇനി അടുത്ത പോയിന്റ്, 2026 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ 3ാമത്തെ അരിഹന്ത് ക്ലാസ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിതമൻ കേട്ടോ. INS അരിതമൻ. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM ആരംഭിച്ച് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പം പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM ആരംഭിച്ചത് എവിടെയാണ്? ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. ഹരിയാനയിലെ ഗുരുഗ്രാമില്. ഇനി അടുത്ത പോയിന്റ്, ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനും നോൺ ഒഫീഷ്യൽ ഡയറക്ടറുമായിട്ട് നടൻ കൃഷ്ണകുമാറിനെ നിയമിച്ചു. മലയാളിയാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റിലോട്ട് പോണേ. അടുത്ത പോയിന്റ്, എഴുത്തുകാരൻ മേതിൽ രാധാകൃഷ്ണന് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചു. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പഠിച്ചു വെക്കണം. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് മേതിൽ രാധാകൃഷ്ണൻ. ഇനി 2026 ആബേൽ പുരസ്കാര ജേതാവ് ആരാണ്? ഗ്ലേഡ് ഫ്ലാറ്റിംഗ്സ് ആണ് കേട്ടോ. ഗ്ലേഡ് ഫ്ലാറ്റിംഗ്സ് ആണ്.
അതായത് ഏബൽ പുരസ്കാരം എന്താണ്? ഗണിതശാസ്ത്ര മേഖലയിലെ നോബൽ പുരസ്കാരം എന്നാണ് ആബൽ പുരസ്കാരം അറിയപ്പെടുന്നത്. 2026 ആബൽ പുരസ്കാര ജേതാവ് ഗേർഡ് ഫ്ലാറ്റിങ്സ്. ഇനി KPP നമ്പ്യാർ പുരസ്കാരം ആർക്കാണ്? ISRO ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ വി നാരായണനാണ് ലഭിച്ചത്. KPP നമ്പ്യാർ പുരസ്കാര ജേതാവ് ഡോക്ടർ വി നാരായണൻ. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 മലയാള വിഭാഗത്തിനുള്ള യുവ പുരസ്കാരം അഖിൽ P ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന് ലഭിച്ചു. ഇനി 2025 OV വിജയൻ സ്മാരക നോവൽ അവാർഡ് KV മോഹനകുമാറിന്റെ ഉല എന്ന് പറഞ്ഞ നോവലിന് ലഭിച്ചു. പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ എന്താണ് 2025 OV വിജയൻ സ്മാരക നോവൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? KV മോഹനകുമാറിനാണ്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ്? ഉല എന്ന നോവലിനാണ് ലഭിച്ചത്. ഇനി അടുത്തത് ക്രിട്ടിക്കാലിറ്റി നേട്ടം കൈവരിച്ച് തമിഴ്നാട്ടിലെ കൽപ്പാക്കം പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. റഷ്യക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇനി അടുത്ത പോയിന്റിലോട്ട് പോവാം. ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്ത പോയിന്റ് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. 2025 ലോക ആർച്ചറി അവാർഡിൽ മികച്ച പാരാ ആർച്ചറായി ശീതൽ ദേവി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ 2025 ലോക ആർച്ചറി അവാർഡിൽ മികച്ച പാരാ ആർച്ചറായിട്ട് ശീതൽ ദേവി, ഇന്ത്യക്കാരിയായിട്ടുള്ള ശീതൽ ദേവി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി 2020 ക്രിക്കറ്റിലെ പുരുഷ വനിതാ വ്യത്യാസമില്ലാതെ ഒരു ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡിനുടമയായി ബ്രസീൽ പേസറായിട്ടുള്ള ലോറ കർഡോസോ. ഇനി മയാമി ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം ബെലാറസിന്റെ ആര്യാന സബലങ്കയ്ക്കും പുരുഷ ടെന്നീസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിനും ലഭിച്ചു. ടോം ലാം വിയറ്റ്നാം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു കേട്ടോ. ടോം ലാം വിയറ്റ്നാം പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ബ്രിട്ടനിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി പെരിയസ്വാമി കുമാരൻ നിയമിതനായി. 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡറായി സാൻഡ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സുദർശൻ പട്നായിക്ക് നിയമിതനായി കേട്ടോ. അപ്പൊ 2027 ഡിജിറ്റൽ സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? സുദർശൻ പട്നായിക് ആണ്. അദ്ദേഹം ആരാണ്? പ്രശസ്ത സാൻഡ് ആർട്ടിസ്റ്റ് ആണ് സുദർശൻ പട്നായിക്. അടുത്ത പോയിന്റ് പോവാം. അടുത്തത് ഏക സിവിൽ കോഡ് പാസ്സാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമായി ഗുജറാത്ത് മാറി കേട്ടോ. ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം ഗുജറാത്ത്. ഉത്തരാഖണ്ഡാണ് ആദ്യത്തെ സംസ്ഥാനം. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറി തെക്കേ അമേരിക്കൻ രാജ്യമായിട്ടുള്ള അർജന്റീന കേട്ടോ. നമ്മുടെ മെസ്സിയുടെ രാജ്യം പഠിച്ചു വെക്കണം. ലോകാരോഗ്യ WHO ആണ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറി തെക്കേ അമേരിക്കൻ രാജ്യമായ അർജന്റീന. ഇനി ഇന്ധന റേഷനിങ് നടപ്പാക്കുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമായി സ്ലോവേനിയ. ഇന്ധന റേഷനിങ് നടപ്പാക്കുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമായി സ്ലോവേനിയ. ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ശിക്ഷ ലഘൂകരിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ പാസാക്കിയ ബില്ലാണ് ജൻവിശ്വാസ് ഭേദഗതി ബില്ല്. അപ്പൊ എന്താണ്? ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ശിക്ഷ ലഘൂകരിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ പാസാക്കിയ ബില്ലാണ് ജൻവിശ്വാസ് ഭേദഗതി ബില്ല്. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായ അമരാവതി നിശ്ചയിക്കുന്നതിനുള്ള വിജ്ഞാപനമിറക്കി ആന്ധ്രാപ്രദേശ് സർക്കാർ. അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം ഏതാണ്? അമരാവതി. ഇനി മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായുള്ള ആൽഫ ക്ലീറ്റോ ഗ്ലൂട്ടറേറ്റ് അഥവാ AKG എന്ന് പറയും രാസസംയുക്തം അൾഷിമേഴ്സ് രോഗം പ്രതിരോധിക്കുന്നതിൽ നിർണായകമാണെന്ന സുപ്രധാന കണ്ടുപിടുത്തമായിട്ട് നമ്മുടെ പാലക്കാട് സ്വദേശിയായിട്ടുള്ള ശാസ്ത്രജ്ഞ ഡോക്ടർ ഷീജ നവക്കോട് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായുള്ള ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് രാസസംയുക്തം അൾഷിമേഴ്സ് രോഗം പ്രതിരോധിക്കുന്നതിൽ നിർണായകമാണെന്ന സുപ്രധാന കണ്ടുപിടിച്ചത് ആരാണ്? പാലക്കാട് സ്വദേശിയായിട്ടുള്ള ശാസ്ത്രജ്ഞയായിട്ടുള്ള ഡോക്ടർ ഷീജ നവക്കോടാണ് കേട്ടോ. ഡോക്ടർ ഷീജ നവക്കോടാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 2026 ഏപ്രിൽ മാസത്തിലെ PSC ബുള്ളറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇത്രയാണ് പറയാറുള്ളത്. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫയർവുമൻ പരീക്ഷ എഴുതുന്നവർക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കണം. താങ്ക് യു ഓൾ.